Hi friends, welcome back. iQOO 9SE എന്ന ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓൾറെഡി iQOO 9 Pro എല്ലാത്തിൻ്റെയും അൺബോക്സിംഗും ഡീറ്റെയിൽഡ് റിവ്യൂസും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 9 ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്ത് ഡീറ്റെയിൽ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഇന്ന് 9SE എന്ന ഫോണിന്റെ കാര്യമാണ്. ഈ ഒരു ഫോൺ യൂസ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിനായിട്ട് സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന മികച്ച ഒരു പ്രോസസ്സർ ഇതിനകത്തുണ്ട്. പ്ലസ് ഇതിനകത്ത് നമുക്ക് 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് പോലുള്ള ഗംഭീര സംഭവങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്റലിജന്റ് ഡിസ്പ്ലേ ചിപ്പ് പോലുള്ള സംഗതികളുമുണ്ട്. സോ ഗെയിമിംഗ് ഒക്കെ കുറെ കൂടി നെക്സ്റ്റ് ലെവലിൽ നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് സാരം. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം ഈ ഒരു ഫോണിന്റെ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം. ഇതാണ് iQOO 9SEയുടെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മോൺസ്റ്റർ ഇൻസൈഡ് എന്ന് എഴുതിക്കൊണ്ട് മറ്റൊരു ചെറിയ ബോക്സ് കാണാം. യൂഷ്വലി കേസും കാര്യങ്ങളൊക്കെയാണ് ഇത്തരം ബോക്സുകൾ ഉണ്ടാവാറുള്ളത്. 9 ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് കേസ് ഇല്ല, കുറച്ച് ഡോക്യുമെൻറ്റേഷനും സിഗ്നേച്ചർ ടൂളും മാത്രമാണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയോ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സിഗ്നേച്ചർ ടൂളും കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. ഞാനത് അതിലോട്ട് തന്നെ വെക്കുകയാണ്. ഇനി ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമുക്കിവിടെ കാണാം. ഇതാണ് iQOO 9SE. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെയുള്ള നല്ല ക്യാമറയുള്ള ഒരു ഡീസൻറ്റ് ഫോണാണെന്നാണ് നമ്മുടെ അറിവ്. ഓക്കെ, ഓപ്പൺ ചെയ്ത് നമ്മൾ കയ്യിലേക്ക് എടുക്കുകയാണ്. നമുക്ക് ഇവിടെ കാണാം iQOO 9SE. സോ ഇതാണ് iQOO 9SE. എങ്ങനെയുണ്ട് കാണുമ്പോൾ? ഒരു കളർ ഷിഫ്റ്റിംഗ് ഒക്കെ കാണാമല്ലേ? ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് തിരിക്കുമ്പോഴൊക്കെ കാണാം, എന്തൊക്കെയോ കളറുകൾ മാറി മാറി വരുന്നുണ്ട്. മഴവില്ലോ. ഓക്കെ, എന്തായാലും കൊള്ളാം. സംഗതി നന്നായിട്ടുണ്ട്. ഗ്ലാസ് ഡിസൈൻ ആണ് കേട്ടോ. റിയർ സൈഡൊക്കെ ഗ്ലാസ് ഡിസൈൻ ആണ്. സ്കോട്ട് സെൻസേഷൻ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. സോ സ്ട്രോങ് ആയ ഡിസൈൻ തന്നെയാണ് ഫോണിനുള്ളത്. ഇതിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നമുക്ക് നോക്കിയാൽ താഴത്തെ സൈഡിൽ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം ട്രേയിൽ ഡുവൽ നാനോ സിം ആണ്. 128 GB സ്റ്റോറേജ് ഉണ്ട്. സോ മെമ്മറി കാർഡ് ഇല്ല, അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പറയാനില്ല. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ്, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ, ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇതിന്റെ തിക്നെസ്സും വെയിറ്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഫോൺ തന്നെയാണ്. 8.39 mm ആണ് തിക്നെസ്. അതേപോലെ 196 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. സോ ഒരു ഓവർ വെയിറ്റ് എന്നൊന്നും പറയാനില്ല, കൊള്ളാം. കയ്യിൽ പിടിക്കുമ്പോൾ ഡീസന്റ് തന്നെ. ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. 6.62 ഇഞ്ച് വരുന്ന ഒരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. HDR10 പ്ലസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കോട്ട് സെൻസേഷൻ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും ഉൾപ്പെടുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസന്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ്സിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോഴും ഡീസന്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ആമസോണിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫുൾ HDയിൽ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം. പ്ലസ് നല്ല സ്മൂത്ത് ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. നല്ല സ്മൂത്ത് ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഫാസ്റ്റ് ആയ റെസ്പോൺസീവ് ആയ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഫേസ് അൺലോക്കും സഫീഷ്യന്റ്ലി ഫാസ്റ്റ് ആണ്. സോ ഡിസ്പ്ലേയുടെ ഭാഗം അടിപൊളിയാണ്. പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന മികച്ച 5G പ്രോസസ്സറാണ്. നമുക്കറിയാം ഇതിന്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ നമുക്ക് തരാറുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം യാതൊരു ലാഗും കാര്യങ്ങളുമില്ല. പക്ക സ്മൂത്തായ പെർഫോമൻസ് ആണ്. ഗെയിമിംഗ് അടക്കം എല്ലാം അടിപൊളിയാണ്. ഇതിൽ ഗെയിമിങ്ങിന്റെ കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിന്റെ പെർഫോമൻസിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ മറ്റുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അഡ്രീനോ 660 GPU ആണ് വരുന്നത്. എൻഹാൻസ്ഡ് LPDDR5 റാമും UFS 3.1 സ്റ്റോറേജും എക്സ്റ്റെൻഡഡ് റാം 2.0 സപ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമുക്ക് 4 GB റാം വരെ സ്റ്റോറേജിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ ഓൾറെഡി 8 GB ഫോൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ 4 GB കൂടി ആഡ് ചെയ്ത് 12 GB റാം ഉള്ള ഫോൺ പോലെ ഉപയോഗിക്കാം. 12 GB ആണെങ്കിൽ 4 കൂടി ആഡ് ചെയ്ത് 16 GB ഉള്ള പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ എക്സ്റ്റെൻഡഡ് റാം 2.0 4 GB റാം കൂടി ആഡ് ചെയ്യാം. FunTouchOS 12 ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ്. ഇതിൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റാണ് ഈ ഫോണിലുള്ളത്. പെർഫോമൻസിൽ യാതൊരു ലാഗുമില്ല, അടിപൊളി. ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ അധികം ഫീച്ചേഴ്സ്. നമുക്ക് iQOOന്റെ ഫോണുകളെല്ലാം ഗെയിമിംഗ് ഓറിയന്റഡ് തന്നെയാണ്. അതിൻ്റെതായ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഗെയിമൊക്കെ അടിപൊളിയായിട്ട് കളിക്കാം. അത് HDR ആയാലും കൊള്ളാം, നോർമൽ സ്മൂത്ത് എക്സ്ട്രീം ഇട്ട് കളിച്ചാലും കൊള്ളാം. HDRലും എക്സ്ട്രീം BGM ഒക്കെ നമുക്ക് കളിക്കാൻ സാധിക്കും. സോ ടോപ്പ് ലെവലിൽ കളിക്കാം. 90 FPS കണ്ടില്ല. ഗെയിമിംഗ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റലിജന്റ് ഡിസ്പ്ലേ ചിപ്പ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ MEMC പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇല്ലാത്ത ഒരു ഫ്രെയിം റേറ്റ് കൂടി ഒരു ഫ്രെയിം ഇന്റർപ്രലേഷനിലൂടെ കുറച്ചുകൂടി ബെറ്ററായ സ്മൂത്ത്നെസ് നമുക്ക് ഗെയിം പ്ലേയിൽ കിട്ടുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതേപോലെ SDR to HDR നോർമൽ കളറൊക്കെ ആണെങ്കിലും ഒരു HDR ലെവലിൽ കളറും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് കാണിക്കുന്ന ഒരു സംവിധാനം. 4D ഗെയിം വൈബ്രേഷനും കാര്യങ്ങളും ലിനിയർ മോട്ടോർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഫുൾ കവറേജ് വേപ്പർ ചേംബർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും വരുന്നുണ്ട്. സൂപ്പർ ടച്ച് ആക്സലറേഷൻ, അതായത് 1000 ഹെർട്സ് വരെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കാണിക്കുന്ന സംവിധാനവും ഇതിനകത്തുണ്ട്. 300 ഹെർട്സിൻ്റെയാണ് റിയൽ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്.
ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നു. പിന്നെ ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഹീറ്റിംഗ് ഒന്നും കണ്ടില്ല. ഞാൻ ആ അരമണിക്കൂറേ കളിച്ചുള്ളൂ. കാരണം ഇതിപ്പോൾ ഇന്ന് ഞാനത് ഓപ്പൺ ചെയ്തു, ഉച്ചയ്ക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ ഒരു 4 മണി 5 മണിയാകുമ്പോഴേക്കും വീഡിയോ എടുക്കാൻ പോവാണ്. നോർമലി ഈ ഒരു ടൈമിനിടയ്ക്ക് അരമണിക്കൂറോളം ഗെയിം കളിച്ച് നോക്കി, കുഴപ്പമൊന്നും കണ്ടില്ല. എങ്കിലും ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ട് ടെസ്റ്റ് ചെയ്തു. കാരണം ഇന്നലത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഗംഭീര ചൂടാണ്, ഒരു രക്ഷയില്ല. അതിനിടയിൽ 42 ഡിഗ്രിയാണ് ആപ്ലിക്കേഷൻ നമുക്കൊരു ടെമ്പറേച്ചർ ലെവൽ കാണിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇച്ചിരി ചൂടാവുന്നുണ്ടെന്ന് പറയാം. അത് വിട്ടിട്ട് ഓവർ ഹീറ്റായി പോകുന്ന അവസ്ഥയൊന്നും കണ്ടില്ല. സോ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയാനില്ല, എങ്കിലും ചൂടാവുന്ന പോലുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് 2 ദിവസം ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോവാണ്. യൂസ് ചെയ്തിട്ട് ഒരു ഷോർട്ടായിട്ടെങ്കിലും ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയുണ്ടെന്ന്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഗംഭീര ലൈറ്റിംഗ് കണ്ടീഷനാണ്. ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും ഇല്ല. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. ഈ ഒരു ക്വാളിറ്റിയാണ് ഈ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സമയത്ത് നമുക്ക് കിട്ടുന്നത്. ബ്ലോൺ ഔട്ടും കാര്യങ്ങളൊന്നും ആവുന്നില്ല, നല്ല രീതിയിലുള്ളൊരു വീഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം, നല്ല ഡീസൻ്റ് ആയ വീഡിയോ ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. സോ വീഡിയോ ക്വാളിറ്റി ക്യാമറയെ സംബന്ധിച്ച് അടിപൊളിയാണ്. മെയിൻ ക്യാമറയുടെ കുറച്ച് ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ്. മെയിൻ ക്യാമറയുടെ ഇമേജ് പ്ലസ് വൈഡ് ആംഗിൾ കൂടി കണ്ടു നോക്കിക്കോളൂ. വലിയൊരു ഡിഫറൻസും കാര്യങ്ങളും മോശമൊന്നും പറയാനില്ല. വൈഡ് ആംഗിൾ നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. സെൽഫി ക്യാമറയുടെ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഡീസൻറ്റ് ക്വാളിറ്റി സെൽഫി ക്യാമറ ഇമേജുകൾ, നല്ല ക്വാളിറ്റി എന്ന് പറയാം. കാരണം ഇപ്പം നല്ല ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഗംഭീര ക്വാളിറ്റിയാണ് നമുക്കിവിടെ ഡേ ലൈറ്റിലെ സെൽഫികളിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ഏത് ക്യാമറ കൊണ്ട് എടുത്താലും ഗംഭീര ക്വാളിറ്റി കിട്ടുന്ന അത്രയും ലൈറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, എന്തായാലും ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് പോലുള്ള സംവിധാനങ്ങളും ഉണ്ട്, അതിൻ്റെ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ വീഡിയോ ക്വാളിറ്റി ഇമേജ് ക്വാളിറ്റി ഒക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ നിമിഷം തന്നെ എടുത്ത് ഞാനതിൽ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഇമേജുകൾ വരാൻ പോകുന്നത്. ഓവറോൾ ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും കൊള്ളാം. ചെറിയൊരു വീഡിയോ സാമ്പിളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇതിന്റെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി. നല്ല ലൈറ്റൊക്കെയുള്ള സ്റ്റുഡിയോ ലൈറ്റിലാണ് ഇരിക്കുന്നത്. എന്തായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയാണ് സെൽഫി ക്യാമറ തരിക. മൈക്കിന്റെ ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കും മെയിൻ ക്യാമറ തരിക. ഓവറോൾ ഡീസൻ്റ് ആയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും ഈ ഫോണിന്റെ പെർഫോമൻസ്. ബാറ്ററി വന്നിട്ട് 4500 mAh ആണ്. ബാറ്ററി ലൈഫിലൊന്നും യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അതേപോലെ തന്നെ 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. ഏകദേശം നിങ്ങൾക്ക് 50% ആവാൻ 14 മിനിറ്റ് മതി, 100% ആവാൻ 39 മിനിറ്റ് മതി. സോ വളരെ ഫാസ്റ്റ് ആയൊരു ഫാസ്റ്റ് ചാർജറും ഇതിന്റെ ഒപ്പം ഉൾപ്പെടുന്നുണ്ട്. ബോക്സിൽ ചാർജർ കിട്ടുന്നുണ്ട്. ഇതിന്റെ കളറുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കളറുണ്ട്, സൺസെറ്റ് സിയറ എന്ന് പറയുന്ന ഒരു കളറുണ്ട്. സോ 2 കളറിലാണ് വരുന്നത്. താല്പര്യമുള്ളത് നോക്കി ചൂസ് ചെയ്യാം. ഇനി അതിനകത്ത് വരുന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ NFC ഉണ്ട്, അതേപോലെ ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്, വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്, Wi-Fi 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്, 5G ഫോണാണ്. 5G ബാൻഡുകളുടെ എണ്ണം ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. പിന്നെ കോള് നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. കോളൊക്കെ ഞാൻ ചെയ്ത് നോക്കി, ഡീസൻ്റ് ആണ്. ഇയർ പീസിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പക്കയായിട്ടുണ്ട്. സോ അത്രയുമാണ് iQOO 9 SE എന്ന ഫോണിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ഈ പ്രൈസും കാര്യങ്ങളെല്ലാം കേട്ടിട്ട്? സംഗതി അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടോ, അതോ എന്തെങ്കിലും പോരായ്മയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഈ ഗെയിമിംഗ് എക്സ്പീരിയൻസ് പോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ കളിച്ച് നോക്കിയിട്ട് ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. സോ അപ്പോൾ ഗെയിമിംഗ് റിവ്യൂ നിങ്ങൾക്ക് ഒരു ഷോർട്ടായിട്ട് തന്നെ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.